ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ പ്രിൻസ് റെനി ദമ്പതികളുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷനിലാണ്. വളരെ ഗംഭീരമായിട്ട് നമുക്കതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. കസ്റ്റമറിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ പിറകെ വരുന്നുണ്ട്. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ശരിക്കും ഇറ്റ്ലൈറ്റിനെ കുറിച്ച് ഞങ്ങൾ ക്ലിയർ ആയിട്ട് അറിയുന്നത് യൂട്യൂബ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽസ് കയറി നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു നിങ്ങളുടെ ഒരു ഫേമിനെ കുറിച്ച് അറിയുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു 2-3 പ്രൊജക്ട്സ് ചെയ്തപ്പം ഇത് എനിക്ക് ഇറ്റ്ലൈറ്റിനെ ഇഷ്ടപ്പെടാൻ കാരണം ഒരു യൂണീക്നെസ്. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ. എന്നെ സംബന്ധിച്ചോളം കൂടുതലും ഞാൻ ക്ലാസിക് അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് കളർ പാറ്റേൺസ് എനിക്ക് ഒത്തിരി ഡിസൈൻസ് എനിക്ക് ഇഷ്ടം. ഡിസൈൻ ഘട്ടത്തിലുണ്ടായിരുന്ന എനിക്കൊന്ന് എൻ്റെ ഫസ്റ്റ് ഇൻട്രാക്ഷൻ നിങ്ങളുടെ സ്റ്റാഫുമായിട്ട് സംഗീതമായിട്ടായിരുന്നു. ഞങ്ങൾ ഓർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻട്രാക്ഷൻ ഞങ്ങൾ പറഞ്ഞത് എന്തിനും ഇതിന് ഞങ്ങൾക്കൊരു പ്രോപ്പർ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ UK ഞങ്ങൾ അവിടെ ഇരുന്ന് വാട്സപ്പിൽ കൂടെയാണ് വീട് പണിതത്. ഇന്റീരിയറും വാട്സപ്പിൽ കൂടെയാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഡിസൈൻ ആകട്ടെ കളറാകട്ടെ എല്ലാം. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം ടൈം ഫ്രെയിം ഒത്തിരി അപ് ടു ഡേറ്റ് അപ്ഡേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരാളെ വിശ്വസിച്ച് പ്രൊജക്റ്റ് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ HR ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ ഫേമിനെ വിശ്വസിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ വിശ്വസിക്കുക. അതല്ലാണ്ട് അതിനകത്ത് കൂടുതൽ അവരെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുമല്ലോ. സാധാരണ യൂഷ്വലി നമ്മളൊരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഫേമിനെ കുറിച്ചൊരു ഐഡിയ ചെയ്യും. അത് ശരിക്കും വലിയൊരു പോസിറ്റീവ് എനിക്ക് നമുക്കൊരു സ്പേസ് കിട്ടുന്ന ഒരു ടൈമാണ്. പിന്നെ പുതിയ ആൾക്കാരോട് പറയാന്നുള്ളത് നമ്മളൊരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ടെൻഷൻ, അതായത് അവർ തീർക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളത് എത്രത്തോളം ഭംഗിയായിട്ട് തീർക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. തീർക്കുക എന്നുള്ളത് അവരുടെ ചുമതലയാണ്. അത് അവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മളൊരു ടൈം ഫ്രെയിം ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ട് അത് അവർക്ക് വിട്ടുകൊടുത്തിട്ട് വർക്കിലേക്ക് വരുമ്പോൾ ഒരു എക്സ്പീരിയൻസും കൂടെ വർക്കിലേക്ക് വരുന്ന കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക. പിന്നെ നമ്മൾ പറയുന്ന എല്ലാ സജഷൻസും നമ്മൾ പറയുന്നത് അതിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് എനിക്ക് എപ്പോഴും ഫീഡ്ബാക്ക് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അത് ചിലർ അല്ല അത് വേണ്ട എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതിന് റീസൺസ് സഹിതം പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുണ്ട്. പിന്നെ ഒന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം എന്തായിരുന്നു? നമ്മൾ ഡിസൈൻ ചെയ്ത അതുപോലെ തന്നെ ഒരു വ്യത്യാസം കളർ സഹിതം അതേപോലെ അതാണ് അതിനകത്ത്. കാരണം നമുക്ക് കളർ കാണാൻ നമ്മൾ ബേസിക്കലി നമ്മൾ ഇന്റീരിയേഴ്സ് ചെയ്യുമ്പം നമുക്ക് എന്താ വേണ്ടതെന്നൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, എനിക്ക് ഇന്ന പ്ലേസിൽ ഇന്നതാണ്, ഇന്ന പ്ലേസിൽ. കാരണം നമ്മൾ വീടിൻ്റെ രൂപകൽപ്പനയിൽ തന്നെ നമ്മൾ ഇൻവോൾവഡ് ആണ്. നമുക്ക് ആ ഡിസൈനകത്തൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ കുറേയും കൂടെ ഈസി ആയിരിക്കും. കാരണം നിങ്ങളൊരു ഡിസൈൻ തന്നെ ആദ്യമേ തരും. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് ഇന്ന പ്ലേസിൽ ഇന്ന ചേഞ്ചസ് വരുത്തുക. ആ ഒരു ബേസിക് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് എന്തെങ്കിലും എക്സ്ട്രാ സ്പെസിഫിക്കേഷൻ. നിങ്ങളിത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് റൂമിൽ നിന്ന് ഒരു ഹിഡൻ ഡോർ വേണമായിരുന്നു. സോ ദാറ്റ് ഈസ് ഡൺ പെർഫെക്റ്റ്ലി. അങ്ങനെ അത് തന്നെ. പിന്നെ TV-യുടെ അവിടുന്ന് ഒരു ഓപ്പണിംഗ് അല്ലേ നമുക്ക് എത്രത്തോളം ഇപ്പോൾ നോർമലി ഒത്തിരി ഡിസൈൻസ് റെഗുലറായിട്ട് വരുന്നത് അതല്ല, നമുക്ക് എത്രത്തോളം ചേഞ്ച് ചെയ്ത് അവിടെ ഒരു നോർമലി മാറിയിട്ട് നമുക്കൊരു പുതിയത് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? അത് അതിനകത്ത് നിങ്ങൾ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുമ്പം 100% ഞാൻ നമ്മൾ ആ ഡിസൈനിൽ കണ്ടതിനെക്കാട്ടിൽ ഭംഗിയിൽ അത് ചെയ്യാൻ പറ്റും.